ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു മാലാഖയുടെ ഡ്രസ്സും പിന്നെ വിങ്സും എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അതിനായിട്ട് ഇതുപോലെ സാറ്റിൻ്റെ തുണി വേണം. പിന്നെ ഒരു നൈസ് നെറ്റിൻ്റെ പോലത്തെ ഒരു തുണി മേടിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഒരു നെറ്റിൻ്റെ തുണിയാണിത്. പിന്നെ ഒരു കോട്ടൻ്റെ പീസും, വൈറ്റ് കോട്ടനും കേട്ടോ. ഈ ഉടുപ്പിൻ്റെ അളവിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോട്ടൻ്റെ ലൈനിങ്ങുമ്മൽ ഇത് യോക്ക് പാർട്ട് മാത്രം തയ്ച്ചെടുക്കുക ആദ്യം തന്നെ. അപ്പോൾ അത് എത്ര വേണമെന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിടാം. നെക്കും കൈക്കുഴിയും ഒക്കെ ഇങ്ങനെ ഒന്ന് വരച്ചു വയ്ക്കാം. ഇത് സിമ്പിളായിട്ട് തയ്ക്കാൻ എങ്ങനെയാണെന്നാണ് കേട്ടോ. അതിന് ശേഷം ഇതുപോലെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇഞ്ച് കൈക്കുഴിയുടെ അവിടെയും 1.5 ഇഞ്ച് നമ്മുടെ വണ്ണം ആ ഭാഗം ഉണ്ടല്ലോ അവിടെയും കൂടുതലിട്ടിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. അളന്നിട്ട് സൈഡിലോട്ട് 1.5 ഇഞ്ചും അതുപോലെ തന്നെ താഴോട്ട് ഒരു 1.5 ഇഞ്ച് കൊടുത്തതിന് വെച്ചാൽ നമ്മൾക്ക് യോക്ക് പാർട്ടാണല്ലോ ഇത്. അപ്പം താഴത്തെ ഫ്രിൽസ് മടക്കി അടിക്കണ്ടേ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇതിനകത്ത് ലൈനിങ്ങുമ്പത്തെ നെക്കിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2 പീസ് ഉണ്ടാവില്ല നമുക്ക്, അത് 2 ഭാഗം ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് താഴെ ഞൊറിവിൻ്റെ അവിടെ വെക്കേണ്ടതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ഇതുപോലെ നമ്മൾ സാറ്റിൻ്റെ തുണിയിൽ നമ്മുടെ ഉടുപ്പിൻ്റെ അളവ് വെച്ചിട്ട് എത്ര ഇറക്കം വേണമെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. ഇത് നീളത്തിലാണ് ഇട്ടേക്കുന്നത്. 2 മീറ്റർ തുണിയുണ്ട്. 1 മീറ്റർ ഒരു ഫ്രണ്ട് ഭാഗത്തേക്കും 1 മീറ്റർ ബാക്ക് ഭാഗത്തേക്കുമാണ് എടുക്കണത്. വെച്ചാൽ ഞൊറി ഇട്ടിട്ടാണല്ലോ നമ്മൾ തയ്ക്കണേ. അപ്പോൾ ഇതുപോലെ 2 പീസ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതിൽ ബാക്കിയുള്ളൊരു പീസിനും നമുക്ക് യോക്ക് പാർട്ടിൽ വെക്കാനായിട്ടുള്ള പീസ് മാറ്റുകയാണ്. അപ്പോൾ ലൈനിങ് ഇതുപോലെ നമ്മൾ സാറ്റിൻ്റെ പീസ് 4ആക്കി മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ കട്ട് ചെയ്ത് വെച്ചല്ലോ അത് വെച്ചിട്ട് കറക്റ്റ് അളവിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇതിനകത്ത് നമ്മൾ നെക്കിൻ്റെ അവിടെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. നെക്ക് നമുക്ക് ലൈനിങ് വെച്ച് അടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അതിനുശേഷം ഈ നെറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, നമ്മൾ സാറ്റിൻ്റെ തുണി താഴത്തെ പോർഷനിൽ വെക്കാനുള്ളത് കട്ട് ചെയ്ത് മാറ്റിയില്ലേ 1 മീറ്റർ വീതം, അതുപോലെ തന്നെ നെറ്റിൻ്റെ പീസും അതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ആ സാറ്റിൻ്റെ തുണി എത്രയായിരുന്നോ അത്ര തന്നെ വെച്ചിട്ട് മാറ്റിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ സാറ്റിൻ്റെ തുണിയുടെ മുകളിലോട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് നെക്കും സൈഡും എല്ലാതും തയ്ച്ചു കൊടുക്കുക. ഈ സൈഡിൽ കൂടി ഒക്കെ തയ്ച്ചു കൊടുക്കുക. ഷോൾഡറിൻ്റെ ഭാഗം മാത്രം തയ്ക്കണ്ട കേട്ടോ. എന്നിട്ട് നെക്കിൻ്റെ അവിടെ ഇതുപോലെ ഇങ്ങനെ കട്ട് കൊടുക്കുക. പിന്നെ സൈഡിൽ നമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ അവിടെയൊക്കെ ഇങ്ങനെ കട്ട് കൊടുക്കുക. എന്നിട്ട് തുണി നല്ല വശത്തേക്ക് മറിച്ചിടുക കേട്ടോ. ഇതുപോലെ മറിച്ചിടുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇനി വേറെ സ്റ്റിച്ചിങ്ങോ അങ്ങനെ തുണി പൊന്തി നിൽക്കലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇനി സ്റ്റിച്ചിങ്ങൊന്നുമില്ല. അപ്പോൾ കൈക്കുഴിയുടെ അവിടെയൊക്കെ നമുക്കൊരു വല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് കൈക്കുഴിയുടെ അവിടെയൊക്കെ നല്ല ഭംഗിയിലൊന്ന് എടുത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ 2 പീസും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യുക, സൈഡ് ജോയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ കൈയൊന്നും വെക്കുന്നില്ല കേട്ടോ, ഉണ്ണികൾക്കുള്ളതല്ലേ, കൈയൊന്നും വെക്കുന്നില്ല. ഞാൻ ബാക്കിൽ ഞാൻ സിബ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ സിബ് വയ്ക്കാനായിട്ട് സിബിന് എത്രയാണോ ഇറക്കുന്നുണ്ടെങ്കിൽ സിബ് ഇങ്ങനെ വെച്ച് നോക്കുക. അതിനേക്കാളും 1 ഇഞ്ച് കയറ്റിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്യുക അവിടം വരെ. എന്നിട്ട് ഒരു 2.5 ഇഞ്ചിൽ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് സൈഡൊക്കെ മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല വശം ബാക്കിലോട്ട് ആകുന്ന രീതിയിൽ മറിച്ചിട്ടിട്ട് ഈ തുണിമേൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് തറ്റത്തു കൂടെ ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യുക. നടുവിൽ സൂക്ഷിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുക. എവിടെ വരെയാണോ സ്റ്റിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വരെ കട്ട് ചെയ്യുക. എന്നിട്ട് എൻ്റെ ഭാഗത്ത് ഇതുപോലെ വി ഷേപ്പിലൊന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ തുണി ഇങ്ങനെ മറച്ച് വയ്ക്കാം. ഇതിങ്ങനെ വലിയ പാടുള്ളതായിട്ടുള്ള മെത്തേഡൊന്നുമല്ല കേട്ടോ. സിമ്പിൾ
സിമ്പിളായിട്ട് നമുക്കെന്നെ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഫ്രോക്ക് എങ്ങനെ തയ്ക്കുക എന്നുള്ളത്. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് തറ്റത്ത് കൂടെ ഒന്നുകൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സിബ് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഒരു സിബിൻ്റെ ആ ടീത്ത് ഉണ്ടല്ലോ അതങ്ങനെ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തുണിമേൽ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് സിബ് ഇങ്ങനെ പുറത്തേക്കൊന്നും കാണില്ല. കണ്ടോ? എന്നിട്ട് ആദ്യം സിബിനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് വേണം കേട്ടോ തയ്ക്കണമെങ്കിൽ. തയ്ച്ചിട്ടുണ്ട്, ഇതാ കണ്ടോ? നമുക്ക് സിബൊന്നും കാണില്ല, ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും അതൊക്കെ. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ട് രണ്ടാക്കി മടക്കിയിട്ട് ഒരു ഇഞ്ച് ഇങ്ങനെ ഒരു കർവ് കൊടുക്കാനായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ 2 പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. യോക്ക് പോർഷനിൽ ഇപ്പോൾ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷോൾഡർ സാധാരണ പോലെ തന്നെ 2 ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യും. ഇനി ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഇത് വെക്കാനായിട്ട് ഒരു 3 ഇഞ്ചിലൊരു തുണി കട്ട് ചെയ്തിട്ടുണ്ട്, സാറ്റിൻ്റെ തന്നെ. എന്നിട്ട് രണ്ടാക്കി മടക്കിയിട്ട് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഫ്രണ്ട് യോക്കിൽ അടിഭാഗത്തായിട്ട് തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കിട്ടും. മുകളിലോട്ട് വരുന്ന രീതിയിൽ തയ്ച്ച് കൊടുക്കണം കേട്ടോ. താഴത്തെ ഭാഗത്തില്ല, താഴെ നമ്മൾ ഫ്രില്ല് വയ്ക്കുകയാണല്ലോ. ഇനി ഫ്രില്ല് വെക്കാനായിട്ട് സ്കേർട്ട് ഭാഗം തയ്ക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ സാറ്റിൻ്റെ തുണി നിങ്ങൾക്ക് ഞാനിതുപോലെ കേട്ടോ ഞെറിവ് എടുത്തിട്ട് തയ്ക്കണേ. സാറ്റിൻ്റെ നമുക്ക് നൂല് വലിച്ചിട്ട് ആക്കുമ്പോൾ തുണി കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് അത് കിട്ടണില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഞൊറി എടുത്തിട്ടാണ് കേട്ടോ തയ്ക്കാനാണ് സാറ്റിൻ്റെ തുണി എളുപ്പം. അതുപോലെ തന്നെ നമ്മൾ നെറ്റിൻ്റെ പീസും അതുപോലെ തന്നെ നെറ്റിൻ്റെ പീസ് ഇങ്ങനെ നൂല് സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് വലിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് രണ്ടും സെയിം അളവിലാക്കി വയ്ക്കാം. കണ്ടോ? ഇതുപോലെ നെറ്റിൻ്റെ പീസും സാറ്റിൻ്റെ പീസും ഒരേ അളവിൽ നമ്മൾ യോക്ക് പാർട്ടുമായിട്ട് ജോയിൻ്റ് ചെയ്യാൻ രീതിയിൽ കറക്റ്റ് അളവിൽ ആക്കി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചൊന്ന് നോക്കുക, കറക്റ്റാണോ എന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സൈഡിലത്തെ 1-2 ഞൊറി ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഈവൻ അത് ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഇതുപോലെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മുടെ സ്കേർട്ട് ഭാഗത്തിൻ്റെ നല്ല വശവും യോക്ക് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. സൈഡും അടിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ ഉടുപ്പിൻ്റെ ഭാഗം. ഇനി നമുക്ക് വിങ്സ് വെക്കാനായിട്ട് ഇതൊരു 20 ഇഞ്ച് നീളമുണ്ട്, 15 ഇഞ്ച് വീതിയുള്ളൊരു തുണിയാണ് കേട്ടോ. സാറ്റിൻ്റെ തന്നെയാണ് എടുത്തേക്കണേ. ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. കണ്ടേ? ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. 2 തുണി എടുക്കാം കേട്ടോ, 2 വിങ്സിൽ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഇതാണ്ടോ, ഇതേ ഷേപ്പിൽ നമുക്ക് 2 കട്ട് ചെയ്ത് മാറ്റാം. അത് തന്നെ നമുക്ക് നെറ്റിൻ്റെ തുണി ഇതുപോലെ ഇട്ടിട്ട് നെറ്റിൻ്റെ മേലെ വയ്ക്കാം. എന്നിട്ട് സെയിം അളവിൽ തന്നെ നെറ്റിൻ്റെ തുണിയും കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് നെറ്റിൻ്റെ പീസും സാറ്റിൻ്റെ പീസും ഒരുമിച്ച് വരുന്ന ഇത് ജോയിൻ്റ് ചെയ്യാം. ഇത് സാറ്റിൻ്റെ നല്ല വശം ഉള്ളിലോട്ട് വരുന്ന രീതിയിലായിരിക്കണം കേട്ടോ. അതായത് നല്ല വശത്തിൻ്റെ മുകളിൽ നെറ്റിൻ്റെ പീസ് വെച്ചിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഇളകി പോവാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞിയ പിൻസൊക്കെ കുത്തി കൊടുക്കാം. നമ്മുടെ നീങ്ങി പോവാതിരിക്കാനായിട്ട് നമ്മളൊരു പിന്ന് കുത്തില്ലേ, അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തറ്റത്ത് കൂടെ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് തറ്റത്ത് കൂടെ ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നെറ്റ് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ വലിയുന്നതാണല്ലോ നെറ്റ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇങ്ങനെ പുറത്തേക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റുക. എന്നിട്ട് നമ്മൾ ഇത് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, അത് രണ്ടും തമ്മിൽ യോജിപ്പിക്കരുത് കേട്ടോ. അവിടെ ഒരു ഹോൾ ഇടുക. എന്നിട്ട് അത് നമ്മൾ തുണി മറച്ചിടുകയാണ് ചെയ്യണത്. നല്ല വശം അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് മറച്ചിടുക.
മറിച്ചിടുമ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ചൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് ഇതുപോലെ കിട്ടും. കണ്ടോ, ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗം കൂട്ടി യോജിപ്പിക്കാത്ത രീതിയിൽ വെക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു കമ്പി എടുക്കുക. നമുക്കിങ്ങനെ വളയ്ക്കാൻ പറ്റുന്ന ഒരു കമ്പിയൊക്കെ മേടിക്കാൻ കിട്ടും. 20 രൂപ അങ്ങോട്ടുള്ള ഒരു ചിറ്റിന് കേട്ടോ. അത് കടക്കാൻ പാകത്തിൽ നമ്മൾ ഈ മെറ്റീരിയൽ നമ്മൾ തയ്ച്ച് വെച്ചേക്കണതിൻ്റെ മേലെ കൂടെ ഈ സാറ്റിനും നെറ്റും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ തറ്റത്ത് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഒരു ഈ കമ്പി കിടക്കാൻ പാകത്തിലായിട്ട് അതിൻ്റെ തറ്റത്ത് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഈ കമ്പിയുടെ തറ്റത്ത് നമ്മൾ എന്തെങ്കിലും ഇൻസുലേഷൻ ടേപ്പോ തുണിയോ എന്തെങ്കിലും ചുറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മളൊരു തറ്റത്ത് കൂടെ അടിച്ചില്ല, ഒരു ഹോള് കമ്പി കിടക്കാൻ പാകത്തിലുള്ളൊരു നമ്മൾ എലാസ്റ്റിക്കൊക്കെ പാൻറ്റിന് ഇടില്ലേ, അതുപോലെ കിടക്കാൻ പാകത്തിൽ ആക്കി കൊടുക്കുക. അപ്പോൾ അത് ആ കമ്പി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അത് 2 നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ തറ്റത്തെ 2 കമ്പിയും ഒരുമിച്ച് 2 എതളിൻ്റെ കമ്പികൾ ഒരുമിച്ച് ഒന്ന് കൂട്ടി കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ വെച്ച് നോക്കുക, നമുക്ക് ചിറക് വരുന്ന രീതിയിൽ. എന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഈ 2 ചിറകുകളും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് കൈത്തുന്ന് തുന്നിക്കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് താഴെ ആ കമ്പിയുടെ എക്സ്ട്രാ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഇതുപോലെ തന്നെ തുണി വെച്ചിട്ട് ചുറ്റിയിട്ട് തുന്നി കൊടുക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ മേത്ത് കുത്തും. പിന്നെ നമുക്ക് സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഈ ചിറക് നമ്മൾ ഡ്രസ്സുമ്മൽ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ അറ്റാച്ച് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് ഊരി മാറ്റുകയും ചെയ്യാം ഡ്രസ്സുമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. മാലാഖ ആയിട്ടുണ്ട് അല്ലേ?